RSSന്റെ ആജ്ഞ വന്നു, ഇപ്പൊ പിൻവലിക്കണം. ഈ മണിക്കൂറിൽ മുട്ടുപറച്ച് മൂത്രമൊഴിച്ച് RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ കേസ് പിൻവലിച്ച് ഉത്തരവിട്ടു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. KC വേണുഗോപാൽ എന്താണ് കുറച്ചുനാൾ മുമ്പ് പ്രസംഗിച്ചത്? കോൺഗ്രസിന്റെ നേതാവ് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് എന്നാണ്. അത് കോൺഗ്രസിന്റെ മനോഭാവമാണ്. എന്നെങ്കിലും ഒരിക്കൽ കോൺഗ്രസിന്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അന്ന് നിൽക്കും പെൻഷൻ. അതുവരെയുള്ളൂ പെൻഷൻ, അന്ന് നിൽക്കും പെൻഷൻ. ഇപ്പൊ ചില മാന്യന്മാർ പറയുന്നുണ്ട് തുടർച്ചയായി ഭരിച്ചാൽ ആകെ പ്രശ്നമാണ്, ഒന്ന് മാറട്ടെ എന്നൊക്കെ. മാറിയാൽ എന്തായിരിക്കും സ്ഥിതി? മാറിയാൽ സ്കൂളുകൾ അടച്ചുപൂട്ടും, പെൻഷനുകൾ അവസാനിക്കും. പാഠപുസ്തകം പരീക്ഷക്കാലത്ത് പോലും എത്താത്ത പഴയ കാലം ആരും മറക്കണ്ട. ഓണപരീക്ഷയായിട്ടും സ്കൂളിൽ പുസ്തകം എത്തുന്നില്ല. എന്ത് പഠിക്കണമെന്ന് കുട്ടികൾക്കറിയില്ല, പുസ്തകമില്ലല്ലോ. എന്ത് പഠിപ്പിക്കണമെന്ന് അധ്യാപകർക്കറിയില്ല. അവസാനം പരീക്ഷ ബഹിഷ്കരിച്ച കുട്ടികൾ തെരുവിലിറങ്ങി സമരം നടത്തി. ആ കുട്ടികളുടെ തലതല്ലി പൊളിച്ചു കേരളത്തിലെ അന്നത്തെ പോലീസ്. വലിയ സംഘർഷമായപ്പോ പത്രപ്രവർത്തകർ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബിനോട് ചോദിച്ചു, പരീക്ഷയായിട്ട് പോലും പുസ്തകം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാജയമല്ലേ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്തായിരുന്നു മറുപടി? ഓണം നേരത്തെ വന്നുകൊണ്ടാണ് പറഞ്ഞു. ഓണം നേരത്തെ, ഓണം ഉണ്ടായ കാലം മുതൽ ഓണം ചിങ്ങത്തിലല്ലേ വന്ന്? കർക്കിടകത്തിൽ ഓണം വന്നിട്ടുണ്ട്. അബ്ദുറബ്ബിന് എന്ത് ഓണം, എന്ത് പാഠപുസ്തകം, എന്ത് പരീക്ഷ? ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3-ാം ഊഴം സമ്മാനിക്കുന്നതിന് തയ്യാറെടുക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഒത്തുകൂടുന്നത്. അതിൻ്റെ കൂടെ ഒരു യാദൃച്ഛികത, LDFന് 3-ാം ഊഴം സമ്മാനിക്കാൻ കേരളം തയ്യാറെടുക്കുമ്പോൾ കോതമംഗലം ആന്റണി ജോണിന് 3-ാം ഊഴം നൽകാനായുള്ള തയ്യാറെടുപ്പിലാണ് എന്നതാണ്. 10 വർഷം മുൻപ് ആന്റണി ജോൺ ആദ്യമായി ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് നിയമസഭയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ജനപ്രതിനിധിയായിരുന്നു ആന്റണി ജോൺ. ആന്റണിയുടെ ഒരു പ്രത്യേകത, ഇപ്പോഴും അതേ ചെറുപ്പക്കാരനായി തന്നെയാണ് 10 കൊല്ലത്തിന് ശേഷവും തുടരുന്നത്. അത് നിങ്ങളുടെ എല്ലാം പിന്തുണയും നിങ്ങൾ പകർന്നു നൽകിയ സ്നേഹവാത്സല്യങ്ങളും ഐക്യദാർഢ്യവും എല്ലാം കൊണ്ടാണ്. അദ്ദേഹം ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖഭാവം ശ്രദ്ധിക്കുകയായിരുന്നു. സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ എന്ന പോലെയാണ് സ്നേഹവാത്സല്യങ്ങളോടെ, ആവേശത്തോടെ നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് വരവേറ്റത്. അത് തന്നെ കോതമംഗലം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു. ഇവിടെ ഈ വേദിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതൃത്വമാകെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരിൽ സമയം കൂടി പരിഗണിച്ച് കഴിയാവുന്നവരൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് ദീർഘമായി എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് വളരെ സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതാണ്, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് പതിവിൽ കവിഞ്ഞ ഒരു പ്രാധാന്യമുണ്ട്. അത് ജയപരാജയങ്ങൾക്കപ്പുറം, ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നതിനൊക്കെ അപ്പുറം കേരളത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് എന്നതാണ് പ്രത്യേകത. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം മുൻപൊരു കാലത്തും ഉണ്ടായിട്ടില്ലാത്തത്ര വിപുലമാണ്. വലിയ മാറ്റത്തിന് നമ്മുടെ നാട് വിധേയമായി. പഴയ കേരളമല്ല ഇപ്പോഴത്തെ കേരളം. 10 വർഷം മുൻപുള്ള കേരളം എങ്ങനെയൊക്കെ മാറി. നമ്മളൊക്കെ ആ മാറ്റത്തിൻ്റെ ഭാഗമായി ഒഴുകുന്ന ഒരു ജനതയായതുകൊണ്ട് സൂക്ഷ്മാർത്ഥത്തിൽ, ആഴത്തിൽ ആ മാറ്റം എല്ലാവരും തിരിച്ചറിയുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. 10 കൊല്ലം മുൻപുള്ള കേരളമല്ല ഇപ്പോഴത്തെ കേരളം. ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി നമ്മുടെ നാട് മാറി. ഇന്ത്യയുടെയല്ല, ലോകത്തിന്റെ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം 2025 കേരളം സന്ദർശിക്കുന്നതിന് വേണ്ടി പുറത്തുനിന്നും ഒഴുകിയെത്തിയ ജനങ്ങളുടെ എണ്ണം 1,30,00,000 1,30,00,000 ആളുകൾ കേരളത്തിന് വെളിയിൽ നിന്നും കേരളം കാണാനായി വന്നു.
കേരളം കാണാനായി വന്നു എന്ന് പറഞ്ഞാൽ തേക്കടിയും മൂന്നാറും കുമിളിയും കോവളവും കുമരകവും കാണാൻ മാത്രമല്ല, അതൊക്കെ കാണാനുണ്ട്. പക്ഷേ ഗണ്യമായ ഒരു വിഭാഗം ആളുകൾ കേരളത്തെക്കുറിച്ച് അറിയാൻ, പഠിക്കാൻ, പകർത്താൻ, കേരളമെന്ന വിസ്മയം കാണാൻ. എന്തുകൊണ്ട്? ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സാമൂഹ്യ പുരോഗതിയെക്കുറിച്ച് പഠനം നടത്തുന്നവർ, സാമൂഹ്യ ശാസ്ത്രകാരർ, ഗവേഷണം നടത്തുന്നവർ, അവരൊക്കെ കേരളത്തെ അവിശ്വസനീയതയോടെയാണ് കാണുന്നത്. അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല, ഇങ്ങനെയൊരു നാട് എങ്ങനെ യാഥാർത്ഥ്യമായി, അതും ഇന്ത്യയിൽ. അതാണ് അത്ഭുതം. ഇന്ത്യയിൽ എങ്ങനെ കേരളം പോലെ ഒരു നാട് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി വളർന്നു? നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? വിലക്കെടുക്കപ്പെട്ട ചില മാധ്യമങ്ങളും കേന്ദ്രഭരണാധികാരികളും അടിക്കടി നടത്തുന്ന ഊതിവീർപ്പിച്ച അവകാശവാദങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യം പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി പരമദയനീയമാണ്. ഇന്ത്യയുടെ സ്ഥിതി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതില്ല. ഇപ്പൊ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള വിശപ്പ് സൂചിക എന്നു മലയാളം, ഐക്യരാഷ്ട്രസഭയുടെയും മറ്റും നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ലോകത്തിലെ പട്ടിണിയെ സംബന്ധിച്ച പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പട്ടികയാണത്. ലോകത്തിൽ ഗൗരവതരമായ പട്ടിണി, ദാരിദ്ര്യം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടിക. അതാണ് ആഗോള വിശപ്പ് സൂചിക. 123 രാജ്യങ്ങളാണ് ആ പട്ടികയിൽ ഉള്ളത് ആകെ. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 102. ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മൾ. പട്ടിണി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖം ശ്രദ്ധിക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊരു ഭാവവ്യത്യാസവും ഇല്ല. അതെന്തുകൊണ്ടാണ്? സമീപകാലത്തൊന്നും പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടിണി ഇന്നൊരു വാക്കു മാത്രമാണ്, ഒരു അനുഭവമല്ല. ഇവിടെ നമ്മൾ ആരെങ്കിലും അടുത്ത കാലത്ത് പട്ടിണി കിടന്നിട്ടുണ്ടോ? നമ്മുടെ കാര്യം വിടൂ. നമ്മുടെ അയൽവക്കങ്ങളിൽ, നമ്മുടെ വാർഡിൽ, പഞ്ചായത്തിൽ, നമ്മളുടെ പരിചയത്തിൽ ഏതെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്ന നില നമ്മുടെ നാട്ടിലുണ്ടോ? പ്രാരാബ്ദമൊക്കെ ഉണ്ടാവും, ലോൺ എടുത്തിട്ടുണ്ടാവും, കടമുണ്ടാവും, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പട്ടിണിയില്ല. അതാണ് പ്രത്യേകത. അതിദാരിദ്ര്യം തുടച്ചു നീക്കാനായി. എന്നാൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലോ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കേണ്ടി വരിക, വെള്ളം മാത്രം കുടിച്ച് ജീവൻ നിലനിർത്തേണ്ടി വരിക. ദിവസങ്ങൾ കടന്നു പോകവേ എല്ലും തോലും മാത്രമായി മാറും ശരീരം. അസുഖം ബാധിക്കും, ആരോഗ്യമെല്ലാം ക്ഷയിക്കും, പിന്നെ ആള് മരിച്ചു. അതാണ് പട്ടിണി മരണം. ആ പട്ടിണി മരണങ്ങൾ ഇപ്പോഴും നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതാണ് ആഗോള വിശപ്പ് സൂചികയിൽ 102 സ്ഥാനത്ത് നിൽക്കുന്നു ഇന്ത്യ. കേരളമോ പട്ടിണിക്കാരില്ലാത്ത നാടായി മാറി. അതാണ് പ്രത്യേകത. അപ്പൊ ഇന്ത്യ പോലെ ഒരു പട്ടിണി റിപ്പബ്ലിക്കിൽ ഇതെങ്ങനെ നടന്നു? അതാണ് ലോകത്തിന്റെ അത്ഭുതം. അത് ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ വളരെ അപകടകരമായ സ്ഥിതിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ഇത് അഭിമാനകരമാണോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളുള്ളത് നമ്മുടെ രാജ്യത്താണ്, ഇന്ത്യയിൽ. ഇത് അഭിമാനകരമാണോ? അവകാശവാദങ്ങൾ ഒരു വശത്ത്, യാഥാർത്ഥ്യം മറുവശത്താണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ഇത് അഭിമാനകരമാണ്. ദാരിദ്ര്യത്തിന്റെ, അരക്ഷിതാവസ്ഥയുടെ, അരാജകത്വത്തിന്റെ, യാതനകളുടെ, അങ്ങനെ പുഴുക്കളെ പോലെ മനുഷ്യർ ജീവിക്കേണ്ടി വരുന്ന ഗതികെട്ട മനുഷ്യ ജീവിതം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു നാടാണ്, രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ ഇന്ത്യയുടെ തെക്കേ മൂലയിൽ കേരളം എന്ന നാട് അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കിയെന്ന് മാത്രമല്ല, ജീവിത സൂചികകൾ ഏതെടുത്താലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് പോലും മത്സരിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് നമ്മൾ വളർന്നു. ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, പ്രതീക്ഷിതായുസ്, സാക്ഷരത, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, ജനകീയാരോഗ്യ പരിപാലനം, പൊതുവിതരണം,
ഏത് മേഖലയെടുത്താലും നമുക്ക് മത്സരിക്കേണ്ടി വരുന്നത് അമേരിക്കൻ ഐക്യനാടുകളോടും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടും ആ നിലവാരത്തിലേക്ക് കേരളമാകെ വളരുന്നു. ഇതൊരു അവകാശവാദമല്ല, യാഥാർത്ഥ്യമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത പുറത്തു വന്നു. ശിശുമരണ നിരക്കിൽ നമ്മൾ അമേരിക്കയെ കീഴടക്കി എന്നാണ് വാർത്ത. സത്യത്തിൽ കേരളം ഒരു മഹോത്സവം പോലെ ആഘോഷിക്കേണ്ടതാണ്. ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ലളിതമാണ്. 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 1 വയസ്സ് തികയുന്നതിന് മുൻപ് അതിൽ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു എന്നതിന്റെ കണക്കാണ് ശിശുമരണ നിരക്ക്. ഇന്ത്യയിൽ അത് 25 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 1-ാം പിറന്നാളിന് മുൻപ് 25 കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ മരിച്ചു. അമേരിക്കയിൽ സ്ഥിതിഗതികൾ കുറെ കൂടി പുരോഗമിച്ച മെച്ചപ്പെട്ട ഒരു രാജ്യമെന്ന നിലയിൽ ഏകദേശം 6 അവിടുത്തെ ശിശുമരണ നിരക്ക്. 5.6 6 കുട്ടികളോളമാണ് അവിടെ മരിച്ചു പോകുന്നത്. അപ്പോഴാണ് പോയ വർഷത്തെ കേരളത്തിലെ ശിശുമരണ നിരക്കിന്റെ ആധികാരികമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിന്റെ ശിശുമരണ നിരക്ക് 5. അമേരിക്കയുടെ 5.6. അമേരിക്കയേക്കാൾ ഒരു പടി നമ്മൾ മുന്നിൽ കയറി. എത്ര വലിയ നേട്ടമാണെന്ന് ആലോചിച്ചു. ലോക വ്യാവസായിക മുതലാളിത്തത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന അമേരിക്ക എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും അവസാന വാക്കായി കൊട്ടിഘോഷിക്കപ്പെടുന്ന മുതലാളിത്ത വികസന മാതൃകയുടെ പ്രഭവ കേന്ദ്രം അമേരിക്ക. ആ അമേരിക്കയെ നമ്മുടെ കേരളം ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ പുറകിലാക്കി എന്നതാണ് നേട്ടം. എങ്ങനെയാണ് ഈ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുന്നത്? ഒട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറയുക. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം, ഒന്നാമത്തെ കാര്യം. അതിനെന്തു വേണം? കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവണം. അതിനെന്തു വേണം? നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം, ആവശ്യത്തിന് വിശ്രമം, നല്ല മനസ്സമാധാനം, ഇതെല്ലാം ഉണ്ടാവണം. അതിനെന്തു വേണം? ഇതിനൊക്കെ പര്യാപ്തമായ കുടുംബാന്തരീക്ഷം, കുടുംബത്തിന്റെ വരുമാനം, ഇതെല്ലാം ഉണ്ടാവണം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോഴാണ് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സ തേടി ചെല്ലാൻ അടുത്ത ആശുപത്രി ഉണ്ടാവണം. അവിടെ പരിചയസമ്പന്നരായ ഡോക്ടർമാരും മരുന്നും ഉണ്ടാകണം. സൗജന്യ ചികിത്സ യാഥാർത്ഥ്യമാവണം. ഇതെല്ലാം ചേരുമ്പോഴാണ്. ഇനി കുഞ്ഞ് ജനിച്ചാലോ അവിടെയും ഈ ചികിത്സയും പരിചരണവും എല്ലാം വേണം. അപ്പൊ ഇതെല്ലാം ഒത്തിണങ്ങുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറഞ്ഞു വരിക. അക്കാര്യത്തിലാണ് ഇപ്പൊ നമ്മൾ ലോകത്തിന്റെ നെറുകയിലെത്തി. മറ്റ് സൂചികകളിലും നാം അമേരിക്കയുടെ തൊട്ടടുത്തെത്തി നിൽക്കുന്നു. കുറെ കൂടി മുൻപോട്ട് പോയാൽ അവിടെയും നമ്മൾ ഒന്നാമതെത്തും. പറഞ്ഞു വന്നത്, ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഈ നാട് മാറുന്നു. അതിന് കഴിയും വിധം കഴിഞ്ഞ ഒരു ദശാബ്ദം വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ധീരമായ നേതൃത്വം നൽകിയ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതികൾ, അതെല്ലാം ഞാൻ ഇവിടെ വിശദീകരിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. സാധാരണ LDF-നെതിരായി ചില കോണുകളിൽ നിന്നും ഉയർത്തുന്ന വിമർശനം, LDF അധികാരത്തിൽ വന്നാൽ ഈ ക്ഷേമ പെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ വൻകിട വികസനം, വലിയ വ്യവസായങ്ങൾ, വികസന പദ്ധതികൾ, അത്തരം കാര്യങ്ങളൊന്നും ഇവർ ശ്രദ്ധിക്കില്ല എന്നാണ് നമ്മളെക്കുറിച്ച് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ആക്ഷേപം. ഒരടിസ്ഥാനമുള്ളതല്ല, പക്ഷെ ആവർത്തിച്ച് പ്രചരിപ്പിച്ച് ഒരു പൊതുബോധം അങ്ങനെ വന്നിരിക്കുകയാണ് ആളുകൾക്കിടയിൽ. തെറ്റാണ്. പക്ഷെ ഇപ്പോൾ എതിരാളികൾക്ക് അതും പറയാനാവില്ല. എന്താ കാരണം? എന്ത് പ്രചരിപ്പിച്ചാലും ആ പ്രചരണങ്ങളെ അപ്രസക്തമാക്കുന്ന തെളിവുകൾ, പർവ്വത സമാനമായ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലത്തെ LDF ഗവൺമെന്റിന്റെ നേട്ടം, പ്രത്യേകത, ഒരു വാചകത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന വൻകിട വികസന പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമായ ആശ്വാസ നടപടികൾ, ക്ഷേമ പദ്ധതികൾ, ഇത് രണ്ടും സമന്വയിപ്പിക്കാനായി എന്നതാണ്. രണ്ടും സമന്വയിപ്പിച്ചു ഒരുപോലെ. ഇപ്പൊ വൻകിട പദ്ധതികൾ നിങ്ങൾ നോക്കൂ. ദേശീയപാത വികസനം, മലയോരപാത, തീരദേശപാത, K-ഫോൺ, വിഴിഞ്ഞം പോർട്ട്, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി-ഇടമൺ പവർ ഹൈവേ, അങ്ങനെ നീണ്ടു പോവാണ്. കൊച്ചി-ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായപ്പോഴാണ് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എല്ലാം ഇല്ലാതെയായത്. ഞാൻ ഈ പറഞ്ഞ വലിയ പദ്ധതികളിൽ, ബൃഹത് പദ്ധതികളിൽ ചിലതൊക്കെ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അസാധ്യം എന്ന് തീർപ്പ് കൽപ്പിച്ച് ഫയൽ അടച്ച്
ഉപേക്ഷിച്ച പദ്ധതികളായിരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ അങ്ങനെയാണല്ലോ. ദേശീയപാത വികസനം ഞാൻ വിശദീകരിക്കണ്ട. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ഓഫീസ് അടച്ചുപൂട്ടി ഡൽഹിയിലേക്ക് മടങ്ങി. കേരളത്തിൽ ദേശീയപാത വികസനം അസാധ്യമാണ് എന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്റെ മാധ്യമ പ്രവർത്തകരോട് വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. കൊച്ചി ഇടമൺ പവർ ഹൈവേ ഇതുപോലെയായിരുന്നു. പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമായി. ആ മരിച്ചുപോയ പദ്ധതികൾക്ക് പുതുജീവൻ കൈവന്നു. അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മരിച്ചുപോയ മനുഷ്യർക്ക് ജീവൻ നൽകാനാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിനും അങ്ങനെയൊരു പോംവഴി കണ്ടുപിടിക്കാനായിട്ടില്ല. ഇല്ല എന്ന് തന്നെയാണ് മറുപടി. വൈദ്യശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ജീവൻ പോയാൽ പോയതാണ്, പിന്നെ അത് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. എന്നാൽ മരിച്ചുപോയ വികസന പദ്ധതികൾക്ക് ജീവൻ നൽകാനാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ മരിച്ചു മണ്ണടിഞ്ഞു പോയ വികസന പദ്ധതികൾക്ക് പുതുജീവൻ നൽകിയ ജാലവിദ്യ യാഥാർത്ഥ്യമായ നാടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ കേരളം എന്ന് ആവേശത്തോടെ നമുക്ക് പറയാൻ കഴിയും. അതിശയോക്തി തെല്ലുമില്ലാതെ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ ബൃഹത് പദ്ധതികൾ കേരളത്തെ പുതിയൊരു കാലത്തേക്ക് ആനയിച്ചു. ഞാനെല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഈ കേരളത്തിലാണ്, തിരുവനന്തപുരത്ത്. കൊൽക്കത്തയിലോ ബോംബെയിലോ ഡൽഹിയിലോ അല്ല, തിരുവനന്തപുരത്ത് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ്, എല്ലാവർക്കും അറിയാം. സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. അദ്ദേഹം അന്നൊരിക്കൽ അമേരിക്ക സന്ദർശിച്ചപ്പോൾ അവിടെ സിലിക്കൺ വാലി കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് എന്തുകൊണ്ട് ഈ മാതൃകയിൽ ഒന്ന് കേരളത്തിൽ ആരംഭിച്ചുകൂടാ. ആ ചിന്തയിൽ നിന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക്. ഇപ്പൊ അതിന്റെ സ്ഥിതി എന്താണ്? നിങ്ങൾ ആരെങ്കിലും അടുത്ത കാലത്ത് അതുവഴി പോയിട്ടുണ്ടോ? 500ഓളം കമ്പനികൾ, 1,00,000 ജീവനക്കാർ, 1,00,000 മനുഷ്യർ ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ IT വ്യവസായത്തിന്റെ കേന്ദ്രമായി തിരുവനന്തപുരം കിഴക്കൂട്ടം മാറി. LDFന്റെ സംഭാവനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് യാഥാർത്ഥ്യമായ തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇപ്പോ യാഥാർത്ഥ്യമായി. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഗവൺമെന്റിന്റെ സംഭാവനയാണ്. മഹാവ്യാധി കോവിഡ് പകർന്നു പിടിച്ചപ്പോ അതിൽ നിന്നും നാം ഉൾക്കൊണ്ട ചില പാഠങ്ങളുണ്ട്. ഭാവിയിൽ ഏതെങ്കിലും ഒരു മാറാവ്യാധി മനുഷ്യരെ വേട്ടയാടിയാൽ ഇതേത് വൈറസാണ് എന്ന് കണ്ടുപിടിക്കാൻ, അതിന്റെ പ്രതിവിധി എന്ത് എന്ന് പരിശോധിക്കാൻ ഒക്കെ കേരളത്തിന് സ്വന്തമായി ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം എന്നാണ് ആവശ്യം. അതിന്റെ ഗൗരവം നമുക്ക് നമ്മുടെ സമൂഹത്തിന് ബോധ്യപ്പെട്ടത് ഉയർന്നു വന്നത്. ഇപ്പോഴിതാ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമായി തിരുവനന്തപുരത്ത് പ്രവർത്തനക്ഷമമായി. നാം ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് പുതിയ യാത്രകൾ ആരംഭിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ കൊച്ചിയിൽ, എറണാകുളത്ത്. ഇപ്പൊ എത്ര വർഷമായി? 2-3 വർഷമെങ്കിലുമായി മിനിമം. ഈ അടുത്തൊരു വാർത്ത ഞാൻ കണ്ടത്, കൊച്ചി വാട്ടർ മെട്രോ കണ്ട ചില കേന്ദ്രമന്ത്രിമാരും മറ്റും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടിപ്പോ കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ഇന്ത്യയിലെ 20 വൻ നഗരങ്ങളിൽ ജല മെട്രോ ആരംഭിക്കുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നാണ്. കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു, അവരാലോചിക്കുകയാണ്. നമ്മളിവിടെ പ്രാവർത്തികമാക്കി ആളുകൾ തലങ്ങും വിലങ്ങും യാത്ര ചെയ്യാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ. നാളത്തെ ഇന്ത്യക്ക് നാം ഇന്ന് മാതൃകകൾ സൃഷ്ടിക്കുകയാണ്. അതാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇങ്ങനെ എത്ര ബൃഹത് പദ്ധതികൾ, വലിയ പദ്ധതികൾ. കെ ഫോൺ ഇപ്പൊ കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുക, പൂർണ്ണമായിട്ടില്ല. കുറച്ചുകൂടി സമയമെടുക്കും പൂർണ്ണമാവാൻ. ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് കണക്ഷനായി. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമാണ് ഇന്റർനെറ്റ് കണക്ഷൻ. ഇപ്പോ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇരിക്കുന്നത്? വാട്സാപ്പ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഡേറ്റ വേണം. അത് നമ്മൾ കാശടക്കിയാണ് കമ്പനികൾക്ക് ഡേറ്റ കിട്ടാൻ. ഇപ്പോ വാട്സാപ്പിന് മാത്രമല്ല, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഇന്റർനെറ്റ് സൗകര്യം വേണം എന്നതാണ് വസ്തുത. അപ്പോ BPL കുടുംബങ്ങൾ അതിനായി കാശ് മുടക്കണ്ട, ഫ്രീ. സർക്കാരിന്റെ വക കെ ഫോണിലൂടെ ഇന്റർനെറ്റ് കണക്ഷൻ, ഡേറ്റ ഫ്രീ.
BPL കുടുംബങ്ങൾക്ക് സൗജന്യമാണെങ്കിൽ APL കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിലാണ്. അവർക്കും തുച്ഛമായ തുക മുടക്കിയാൽ മതി. ലോകത്തിലെ ആദ്യത്തെ പദ്ധതിയാണ്. ലോകത്തിൽ ഇന്നുവരെ ഒരു രാജ്യത്തും സർക്കാർ സൗജന്യമായും സൗജന്യ നിരക്കിലും ഇന്റർനെറ്റ് സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. ആദ്യമായി കേരളത്തിൽ നിന്നാണ് ആദ്യം. നമ്മൾ എത്ര വലിയ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ തുടക്കങ്ങളാണ് നൽകിയത്. ഇതൊരു ഭാഗം. മറുഭാഗത്തോ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമായി മാറിയ എത്ര നടപടികൾ. പ്രധാനം ക്ഷേമ പെൻഷൻ തന്നെ. 2000 ഉറുപ്പിക ക്ഷേമ പെൻഷൻ ഇപ്പൊ കൊടുക്കുന്നു, കുടിശ്ശികയില്ല. ഇന്ത്യയിൽ 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. KC വേണുഗോപാൽ എന്താണ് കുറച്ചു നാൾ മുമ്പ് പ്രസംഗിച്ചത്? കോൺഗ്രസിന്റെ നേതാവ് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് എന്നാണ്. അത് കോൺഗ്രസിന്റെ മനോഭാവമാണ്. എന്നെങ്കിലും ഒരിക്കൽ കോൺഗ്രസിന്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അന്ന് നിൽക്കും പെൻഷൻ. അതുവരെയുള്ളൂ പെൻഷൻ, അന്ന് നിൽക്കും പെൻഷൻ. അതാണ്. ഇപ്പോ ഇതാ ഈ ആഴ്ച പുതിയൊരു സന്തോഷമുണ്ട്. അടുത്ത ഒരാഴ്ച കഴിഞ്ഞാൽ ഏപ്രിൽ ആദ്യം ഈസ്റ്ററും അത് കഴിഞ്ഞാൽ വിഷുവും ഒക്കെ വരികയാണ്. പെരുന്നാൾ ഇപ്പോൾ കഴിഞ്ഞു. ഈ ആഘോഷ അവസരങ്ങൾ ഒരുമിച്ച് വരികയാണ്. അപ്പൊ മുൻപും അങ്ങനെ ആഘോഷാവസരങ്ങളിൽ പെൻഷൻ മുൻകൂറായി കൊടുക്കുന്ന പതിവുണ്ട്. ഇപ്പോ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആഴ്ച അടുത്ത മാസത്തെ പെൻഷൻ കൂടി എന്ന് വെച്ചാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ ഈ ആഴ്ച കൊടുക്കാൻ പോവാണ്. 62 ലക്ഷം ആളുകൾക്ക് 2000 പ്ലസ് 2000 4000 രൂപ ഈ ആഴ്ച കിട്ടാൻ വേണ്ടി പോവാണ്. ഒരു വീട്ടിൽ പ്രായമായ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണുള്ളതെന്ന് കരുതുക. അവരെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും വിഷമിക്കേണ്ട. അവരെ സഹായിക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ കേരളത്തിൽ LDF സർക്കാരുണ്ട്. 2 പേർക്കും കൂടി 2 മാസത്തെ പെൻഷൻ വരുമ്പോ 8000 ഇന്ത്യൻ ഉറുപ്പിക ഈ ആഴ്ച ഈ 2 പേർ മാത്രമുള്ള കുടുംബത്തിൽ കിട്ടാൻ പോവാണ്. ഇന്ത്യയിൽ മറ്റെവിടെയും ഇതില്ല. അതിന്റെ തുടർച്ചയായാണ് വീട്ടമ്മമാരുടെ പെൻഷൻ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. 35 വയസ്സായാൽ പെൻഷൻ അപേക്ഷിക്കാം വീട്ടമ്മമാർക്ക്. പ്രതിമാസ പെൻഷൻ 35 വയസ്സ് മുതൽ. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ഒരു ജോലി കിട്ടുന്നത് വരെ. ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ല, കേരളത്തിൽ മാത്രമാണ്. ഇത് രണ്ടും ആദ്യ ഗഡു കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ളവർ ഉടനടി അപേക്ഷിച്ചോളുക. അപേക്ഷിച്ചവർക്ക് ആദ്യ ഗഡു ബാങ്ക് അക്കൗണ്ടിൽ എത്തി. അത് കേരളത്തിൽ ഔപചാരികമായി ആരംഭിച്ചു കഴിഞ്ഞു. 5 ലക്ഷം വീടുകൾ ഇതിനോടകം ലൈഫ് പദ്ധതിയിൽ കൊടുത്തു. ഒരു വീട്ടിൽ 4 പേരുണ്ടെന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം മനുഷ്യർ സ്വന്തം വീട് എന്ന സ്വപ്നം സഫലമായി. ചെറിയ കാര്യമാണോ? 4 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം. ഇതാണ് കേരളം. ഈ മാറ്റങ്ങൾ ഇങ്ങനെ ഇത് പറഞ്ഞാൽ അവസാനിക്കില്ല. ഈ സർക്കാർ 2016 അധികാരത്തിൽ വരുമ്പോ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ MBBSന്റെ സീറ്റ് എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയൂ? 1200 സീറ്റാണ് കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്നത്. എന്നു മുതൽ കേരളം ഉള്ള കാലം മുതൽ ഇങ്ങനെ 2016 വരെ വന്നപ്പോൾ ഉള്ള സീറ്റാണ് അത്ര സീറ്റ്. ഇപ്പൊ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകളുടെ എണ്ണം 1855 ആണ്. 60% സീറ്റ് ഈ കാലയളവിൽ വർദ്ധിച്ചു. നഴ്സിംഗ് മേഖലയിൽ 6420 സീറ്റാണ് ഉണ്ടായിരുന്നത്. എത്ര കുട്ടികൾ അയൽ സംസ്ഥാനങ്ങളിൽ പോയി നഴ്സിംഗ് പഠിക്കുന്നുണ്ട്? ഇപ്പോഴും ഉണ്ട്, ശരിയാണ്. പക്ഷേ ഈ ഗവൺമെന്റിന്റെ കാലത്ത് 6420 സീറ്റ് 10413 വർദ്ധിച്ചു. ഇനിയും LDF ഗവൺമെന്റ് വരുമ്പോ പടിപടിയായി നഴ്സിംഗ് പഠനത്തിനായി കേരളം വിട്ടുപോകേണ്ട സ്ഥിതി എന്നേക്കുമായി അവസാനിക്കും. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇവിടെ തന്നെ പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇനി ഉന്നത വിദ്യാഭ്യാസം അവിടെ നിൽക്കട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതി നമ്മുടെ മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ 90000 പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 90000 പള്ളിക്കൂടങ്ങൾ 10 വർഷത്തിനുള്ളിൽ അടച്ചുപൂട്ടി. വിശ്വസിച്ചേ പറ്റൂ, അത് സത്യമാണ്.
രാജ്യമെമ്പാടും ഗവൺമെന്റ് സ്കൂളുകൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 6 ലക്ഷം സ്കൂളുകൾ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്ക്. ഗവൺമെന്റ് സ്കൂളുകൾ അതിന്റെ പകുതിയും അടച്ചു പൂട്ടണം എന്നാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്. അതെല്ലാം പാഴ്ചെലവാണെന്നാണ്. വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കുട്ടികളെ ഫീസ് കൊടുത്ത് അവരവർക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ വിട്ടുകൊള്ളുക, സൗജന്യമായി പഠിപ്പിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നാണ് ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി 50% സ്കൂൾ പൂട്ടണമെന്ന 90,000-ഓളം പള്ളിക്കൂടങ്ങൾ പൂട്ടി 10 കൊല്ലത്തിനുള്ളിൽ. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. 5 കൊല്ലത്തിനുള്ളിൽ, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കർണാടകയിൽ 3457 പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടി. കേരളത്തിലോ 10 കൊല്ലത്തിനുള്ളിൽ ഒരൊറ്റ സ്കൂൾ പൂട്ടിയിട്ടില്ല, ഒരൊറ്റ ഗവൺമെന്റ് സ്കൂൾ പൂട്ടിയിട്ടില്ല. അതാണ് കേരളം. ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസാന കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംബന്ധിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടിയെക്കുറിച്ച് പരാമർശിക്കുന്നത് കേരളത്തിലെ 40% പൊതുവിദ്യാലയങ്ങൾ, ഗവൺമെന്റ് സ്കൂളുകൾ അടിയന്തരമായി പൂട്ടണം എന്നാണ്. അതൊന്നും ലാഭകരമല്ല, കുട്ടികളുടെ എണ്ണം കുറവാണ്. അങ്ങനെ വന്നാലോ? നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തെ കോതമംഗലമൊക്കെ ഒട്ടേറെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു നാടാണ്. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കേണ്ടി വരും 1-ാം ക്ലാസ്സിൽ ചേരണമെങ്കിൽ, ഗവൺമെന്റ് സ്കൂളിൽ ചേരണമെങ്കിൽ. അവിടങ്ങളിലൊക്കെ പുതിയ സ്വകാര്യ സ്കൂളുകൾ ഒരുപക്ഷെ ആരംഭിച്ചേക്കാം. അതിലെ ഫീസ് ഇപ്പോഴത്തെ ഫീസായിരിക്കില്ല. സർക്കാർ സ്കൂളുകൾ പൂട്ടുന്ന മുറയ്ക്ക് കുത്തനെ ഉയരുന്ന ഫീസ് കൊടുക്കാൻ ശേഷിയില്ലാത്ത രക്ഷിതാക്കൾ എന്ത് ചെയ്യും? കഴിഞ്ഞ ഗവൺമെന്റുകൾ UDF-ന്റേതായിരുന്നെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പൂട്ടിയതുപോലെ കേരളത്തിലും സ്കൂളുകൾ പൂട്ടുമായിരുന്നു. അത് തടഞ്ഞു നിർത്താനായി എന്നതാണ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ ഒരു നേട്ടം. നമ്മൾ പൂട്ടിയില്ലെന്ന് മാത്രമല്ല, എല്ലാ സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ആന്റണിക്ക് പറയാൻ കഴിയും. ഈ നിയോജക മണ്ഡലത്തിൽ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും നല്ല 27 കെട്ടിടങ്ങൾ. ഈ കേരളം ഉണ്ടായതിനു ശേഷം 2016 വരെ അത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഒരു നിയോജക മണ്ഡലത്തിൽ. സർവകാല റെക്കോർഡാണ്. 27 പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ക്ലാസ് മുറികളെല്ലാം സ്മാർട്ട് ക്ലാസ് മുറികളായി. എല്ലാ ക്ലാസ്സിലും കമ്പ്യൂട്ടർ. ഏത് കാലത്ത് രാജ്യം മുഴുവൻ ഓടി നടന്ന സ്കൂൾ പൂട്ടുന്നു. ഈ കേരളത്തിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ക്ലാസ് മുറികൾ സ്മാർട്ടാക്കി കൂടുതൽ കുട്ടികളെ സർക്കാർ സ്കൂളിലേക്ക് ആകർഷിച്ച് പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ലോക മാതൃകയായി നമ്മൾ നിൽക്കുന്നു. ഇതാണ് വ്യത്യാസം. ഇപ്പൊ ചില മാന്യന്മാര് പറയുന്നുണ്ട് തുടർച്ചയായി ഭരിച്ചാൽ ആകെ പ്രശ്നമാണ്, ഒന്ന് മാറട്ടെ എന്നൊക്കെ. മാറിയാൽ എന്തായിരിക്കും സ്ഥിതി? മാറിയാൽ സ്കൂളുകൾ അടച്ചുപൂട്ടും, പെൻഷനുകൾ അവസാനിക്കും. പാഠപുസ്തകം പരീക്ഷക്കാലത്ത് പോലും എത്താത്ത പഴയ കാലം ആരും മറക്കണ്ട. ഓണപരീക്ഷയായിട്ടും സ്കൂളിൽ പുസ്തകം എത്തുന്നില്ല. എന്ത് പഠിക്കണമെന്ന് കുട്ടികൾക്ക് അറിയില്ല, പുസ്തകമില്ലല്ലോ. എന്ത് പഠിപ്പിക്കണമെന്ന് അധ്യാപകർക്ക് അറിയില്ല. അവസാനം പരീക്ഷ ബഹിഷ്കരിച്ച കുട്ടികൾ തെരുവിലിറങ്ങി സമരം നടത്തി. ആ കുട്ടികളുടെ തലതല്ലി പൊളിച്ചു കേരളത്തിലെ അന്നത്തെ പോലീസ്. വലിയ സംഘർഷമായപ്പോ പത്രപ്രവർത്തകർ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബിനോട് ചോദിച്ചു, പരീക്ഷയായിട്ട് പോലും പുസ്തകം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാജയമല്ലേ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്തായിരുന്നു മറുപടി? ഓണം നേരത്തെ വന്നുകൊണ്ടാണ്. ഓണം നേരത്തെ, ഓണം ഉണ്ടായ കാലം മുതൽ ഓണം ചിങ്ങത്തിലല്ലേ വന്ന്, കർക്കടകത്തിൽ ഓണം വന്നിട്ടുണ്ട്. അബ്ദുറബ്ബിന് എന്ത് ഓണം, എന്ത് പാഠപുസ്തകം, എന്ത് പരീക്ഷ? ഇതായിരുന്നു കേരളം. ഇപ്പോഴോ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം. ഈ കൊല്ലമോ ഒരു പടി കൂടി കടന്നു. സ്കൂൾ അടച്ചിട്ടില്ല, സ്കൂൾ അടക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? മാർച്ച് എത്ര? 23. സ്കൂൾ അടക്കാൻ പോകുന്നേ ഉള്ളൂ. മാർച്ച് അവസാനമല്ലേ അടയ്ക്കുക, 30-നാണ് അടയ്ക്കുക. സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപ് അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം ഇപ്പൊ തന്നെ കുട്ടികൾ കൊടുത്തു. അതാണ് കേരളം. ഇതാണ് മാറ്റം. LDF-ഉം UDF-ഉം തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ വികസന മുന്നേറ്റം തുടരണമോ വേണ്ടയോ എന്നതാണ്. പെൻഷൻ അവസാനിക്കണമോ? കേരളത്തിലെ സ്കൂളുകൾ അടച്ചുപൂട്ടണോ? കേരളത്തിന്റെ
പൊതുഗതാഗത സംവിധാനം. ഇപ്പൊ റോഡുകളുടെയൊക്കെ സ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? പണ്ടെന്തായിരുന്നു സ്ഥിതി? കേരളത്തിലെ റോഡുകളിലെമ്പാടും വലിയ കുഴികൾ മൂടുന്നില്ല. അവിടെ ഇരുചക്രവാഹനങ്ങൾ, എല്ലാ ചക്രവാഹനവും വീഴുന്നു. പല നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളും മരിച്ചു പോകുന്നു. കുറച്ച് ഭാഗ്യമുള്ളവര് എല്ലൊടിഞ്ഞ് രക്ഷപ്പെടുന്നു. ഇതായിരുന്നില്ല സ്ഥിതി. അന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ ഒരു ജനകീയ സമരം വളർന്നു വന്നു. എന്താണ് സമരം? റോഡിലെ കുഴികളിൽ വാഴ നടുക. അതായിരുന്നു. ഓരോ ദിവസവും കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ റോഡുകളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ വന്ന് വാഴ നടുവായിരുന്നു. അതായിരുന്നു സ്ഥിതി. ഇപ്പൊ കേരളത്തിൽ എവിടെയെങ്കിലും റോഡിൽ വാഴ നടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും? എന്താ നടാത്തത്? കോൺഗ്രസ്സുകാർ വാഴയൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ് നടാൻ. ഒരു കുഴി ഉണ്ടായി കിട്ടണ്ടേ നടാൻ? വാഴ കരിഞ്ഞു പോകാന്നല്ലാതെ വാഴ നടാൻ ഒരു കുഴിയില്ല കേരളത്തിലെ റോഡുകളിൽ. എവിടെയെങ്കിലും ഒരു ചെറിയ കുഴി വന്നാൽ ഉടനെ അത് റിപ്പയർ ചെയ്യാൻ, പരിഹരിക്കാൻ പ്രവർത്തന സജ്ജമായി നിൽക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് കേരളത്തിൽ 10,000-കണക്കിന് കിലോമീറ്റർ സ്റ്റേറ്റ് PWDയുടെ റോഡ്, അതുപോലെ ഗ്രാമീണ റോഡുകൾ പണിയാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട്. കേരളം ആകെ മാറി. ഇതെല്ലാം പഴയ നിലയിലേക്കാവണോ? പവർ കട്ടും ലോഡ് ഷെഡിങ്ങും തിരിച്ചു വരണോ? പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടണോ? പെൻഷൻ അവസാനിക്കണോ? ഇതിനെല്ലാം പുറമെ കേരളത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. പലരും പല ഉത്തരങ്ങളാണ് പറയുക. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് LDF ഭരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ സമയത്തിന് പാഠപുസ്തകം കിട്ടുന്നു, യൂണിഫോം കിട്ടുന്നു, അത് തുന്നാനുള്ള പണം കിട്ടുന്നു, വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടുന്നു. ഇതൊക്കെ പറയും. ഒരു ചെറുപ്പക്കാരനോടാണ് ചോദ്യമെങ്കിലോ? PSC നിയമനങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു കാലം. ഇപ്പൊ ഇന്ത്യയിൽ 100 ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി കിട്ടുമ്പോൾ അതിൽ 61-62 പേർ കേരളത്തിലുള്ളവർക്കാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അവിശ്വസനീയമാണ്, പക്ഷെ സത്യമാണ്. ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 2-3% കേരളത്തിലെ ജനസംഖ്യ. കൃത്യം കണക്കൂട്ടിയാൽ അറിയാം, 2-3%. അപ്പൊ ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ 100 പേർക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാർ ജോലി കിട്ടുമ്പോൾ കേരളത്തിൽ 2-3 പേർക്കാണ് കിട്ടേണ്ടത്. പിന്നെ എല്ലാ കാര്യത്തിലും കേരളം കുറച്ച് മുന്നിലായതുകൊണ്ട് 4-5 ആയിക്കോട്ടെ, പക്ഷെ എത്ര കിട്ടുന്നത്? ഇന്ത്യയിൽ 100 സർക്കാർ നിയമനങ്ങൾ നടക്കുമ്പോൾ 60-ലധികം കേരളത്തിലാണ്. ഇതെങ്ങനെ നടക്കുന്നു? അവിശ്വസനീയമല്ലേ? കേരളത്തിന്റെ 4 ഇരട്ടിയുണ്ട് ഉത്തർപ്രദേശ്, മറ്റു പല സംസ്ഥാനങ്ങളും. ഇന്ത്യയിലെ ഈ 10-29ഓളം സംസ്ഥാനങ്ങളിൽ നിയമനങ്ങൾ നടക്കുമ്പോൾ അതിൽ 60%-ലധികം ഈ കൊച്ചു കേരളത്തിലാണ്. സത്യമാണ്. എന്താ കാരണം? മറ്റൊരു സംസ്ഥാനത്തും നിയമനമില്ല. നിയമന നിരോധനമാണ്. PSC വഴിയുള്ള വ്യവസ്ഥാപിതമായ നിയമനങ്ങൾ അവസാനിച്ചു. അത്യാവശ്യം നിയമനങ്ങൾ വേണ്ടി വന്നാൽ അത് കരാർ നിയമനം, തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ കൂടി ജോലി ചെയ്യുന്ന പോലെ ദിവസക്കൂലി, കരാർ നിയമനം, തുച്ഛമായ വേതനം, പെൻഷൻ ഇല്ല, മറ്റൊരാനുകൂല്യവും ഇല്ല. അതാണ് ഇന്ത്യൻ തൊഴിൽ മേഖല ഇന്ന്. ഇവിടെയോ? ഇവിടെ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ 3 ലക്ഷം ചെറുപ്പക്കാർ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറി. 3 ലക്ഷം പേർ. സർവകാല റെക്കോർഡാണ്. അപ്പൊ ഒരു ചെറുപ്പക്കാരനോട് നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നിയമന നിരോധനം അവസാനിപ്പിച്ചു. ഇന്ത്യൻ PSC നിയമനങ്ങളിൽ 60% കേരളത്തിൽ നടക്കുന്ന വിധം ഇവിടെ നിയമനങ്ങൾ ത്വരിതപ്പെടുത്തി. ഒപ്പം അഭ്യസ്ത വിദ്യർക്ക് ജോലി കിട്ടുന്നത് വരെ ഇപ്പോ പ്രതിമാസ സ്റ്റൈപ്പൻഡ് ഏർപ്പെടുത്തി. അതായിരിക്കും അവർ പറയുക. വീട്ടമ്മമാരുടെ പെൻഷൻ പറയും, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ പെൻഷൻ വർദ്ധിപ്പിച്ചത് പറയും, ആശുപത്രികൾ മെച്ചപ്പെടുത്തിയത്, സ്കൂളുകൾ മെച്ചപ്പെടുത്തിയത്, പവർ കട്ട് ഇല്ലാതെയായത്, വീടില്ലാത്തവർക്ക് വീട് കൊടുത്തത്, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്നാൽ അതോടൊപ്പം പരമപ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഇതെല്ലാം പ്രാധാന്യമാണ്. അതോടൊപ്പം പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാമത്തെ കാര്യം സമാധാനമായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് കേരളത്തിൽ എന്നതാണ്. അതൊരു നിസ്സാര കാര്യമല്ല. ചിലപ്പോൾ കരുതോ അത് വലിയ കാര്യമാണ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ നിങ്ങൾ നോക്കൂ. എത്ര വേദനാജനകമാണ് വാർത്തകൾ. എത്ര പേർ കൊല്ലപ്പെടുന്നു,
നിരപരാധികളായ മനുഷ്യർ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നില്ലേ? ഉത്തരേന്ത്യയിൽ മാത്രമാണോ? അല്ല, ഓരോ സംസ്ഥാനങ്ങളിലെയും വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. മനുഷ്യത്വരഹിതമായ കൊടും ക്രൂരതകളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? മണിപ്പൂരിലും മറ്റു പലയിടങ്ങളിലും. അത് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിപ്പോ ദക്ഷിണേന്ത്യയിലേക്ക് എത്തി. ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. മലയാളിയായ അഷറഫ് എന്ന ചെറുപ്പക്കാരൻ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് മംഗലാപുരം, മൃഗീയമായി അടിച്ചു കൊന്നുകളഞ്ഞു. എങ്ങനെയാണ് മതനിരപേക്ഷ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു മനുഷ്യന്റെ വിശ്വാസം അവന്റെ ജീവനെടുക്കാൻ കാരണമായി മാറുന്നു? ഒരു മനുഷ്യന്റെ മതം, ജാതി, വിശ്വാസം, ഭക്ഷണം ഇതെല്ലാം കൊല്ലപ്പെടാനുള്ള കാരണമായി മാറുന്നത് എങ്ങനെയാണ്? പക്ഷെ നിങ്ങൾ നോക്കൂ, കേരളം ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ ഒരു വർഗീയ ലഹള ഇല്ല. വർഗീയ ലഹളയിൽ കൊല്ലപ്പെട്ടയാളോ പരുക്ക് പറ്റിയാളോ കേരളത്തിലില്ല. പോലീസ് വെടിവെപ്പില്ല. സർവ്വസമാധാനം. എന്താ, കേരളത്തിലെ വർഗീയവാദികളെല്ലാം ടിക്കറ്റ് എടുത്ത് രാജ്യം വിട്ടു പോയോ? ഇല്ല, വർഗീയവാദികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ മാളത്തിലാണ്, പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയാൽ, കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ, വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയും ശത്രുതയും ഉണ്ടാക്കും വിധം എന്തെങ്കിലും വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചാൽ, ഏത് കൊലക്കൊമ്പനായാലും കയ്യിൽ വിലങ്ങണിയിച്ച് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ട് എന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത. എന്നാൽ UDF ഭരിക്കുമ്പോൾ എന്തായിരുന്നു? കോൺഗ്രസിന്റെ എണ്ണം കുറഞ്ഞ നേതാക്കന്മാർ, ബഹുമാന്യരായ ഉമ്മൻചാണ്ടി, AK ആന്റണി, K കരുണാകരൻ, ഇവരൊക്കെ മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോൾ എന്തായിരുന്നു സ്ഥിതി? ചിലർ ചരിത്രം മറന്നുപോവാണ്. എന്തായിരുന്നു അന്നത്തെ കേരളം? എത്ര വർഗീയ കലാപങ്ങൾ ഈ കേരളത്തിൽ! എത്ര മനുഷ്യർ ഈ അമ്പാറ്റകളെ പോലെ തെരുവിൽ കൊല്ലപ്പെട്ടു, നിരപരാധികൾ. മാറാട് ഓർമ്മയില്ലേ? ഞാൻ ഓരോന്നായി വിശദീകരിക്കുന്നില്ല. നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, ഞാനായിട്ട് ഓർമ്മിപ്പിക്കുന്നില്ല. പക്ഷേ നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ട, കുടിലുകൾ അഗ്നിക്കിരയാക്കപ്പെട്ട, സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്തൊരു കാലം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് മറക്കരുത്. പാലക്കാട് അന്നൊരു നാളലാണ്. പട്ടാപ്പകൽ പാലക്കാട് നഗരത്തിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുന്നീസ വെടിവെച്ചു കൊന്നു കേരള പോലീസ്. ഓർക്കുന്നില്ലേ ആ കാലം? 10 വയസ്സുള്ള കുഞ്ഞാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്. പാലക്കാട്ട് നഗരത്തിൽ വെച്ചാണ് കേരള പോലീസ് വെടിവെച്ചു കൊന്നത്. എന്തിന്? വർഗീയ സ്വാസ്ഥ്യമാണ്. അപ്പൊ പോലീസ് വെടിവെക്കുകയാണ്. പോലീസ് വെടിവെപ്പുണ്ടായി കഴിഞ്ഞാൽ നിരപരാധികളും കുഞ്ഞുങ്ങളും ഒക്കെ കൊല്ലപ്പെടും. ആ വെടിവെപ്പിനെ സംബന്ധിച്ച് തന്നെ അന്നുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, കാര്യങ്ങൾ, വസ്തുതകൾ, അതെല്ലാം ഞാനിപ്പോ ഇവിടെ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, വർഗീയ കലാപങ്ങളുടെയും പോലീസ് വെടിവെപ്പുകളുടെയും നിരപരാധികളായ മനുഷ്യരുടെ കൊലപാതകങ്ങളുടെയും വാർത്തകൾ കേട്ട് കേരളം ഞെട്ടിവിറച്ച ഒരു കാലമായിരുന്നുവെന്ന് സർക്കാരോ മൂകസാക്ഷിയായി നിന്നു. ശക്തമായ നടപടിയെടുക്കാനുള്ള ആർജവം കോൺഗ്രസ് ഗവൺമെന്റുകൾക്കുണ്ടായില്ല. പ്രവീൺ തൊഗാഡി എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയൊരു വർഗീയവാദി കോഴിക്കോട്ട് വന്ന് വർഗീയ വിഷം വമിക്കുന്ന ഒരു നാടിനെ ആകെ കരിച്ചു കളയാൻ മാത്രം വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്ന ഒരു പ്രസംഗം നടത്തി. പോലീസ് സ്വാഭാവികമായും ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. RSS കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം പുറപ്പെടുവിച്ചു. ഇപ്പൊ പിൻവലിച്ചോളം കേസ്. അതായിരുന്നു മുട്ടുവിറച്ച് മൂത്രമൊഴിച്ച് ഉടൻ പിൻവലിച്ചു കൊടുത്തു കേസ്. കേരളത്തിൽ തിരുവനന്തപുരം MG കോളേജിൽ RSSന്റെ ക്രിമിനൽ സംഘം കടന്നു കയറി ആക്രമണം അഴിച്ചുവിട്ടപ്പോ തടയാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു. ബോംബ് പൊട്ടിയ പോലീസുകാരന്റെ കാല് ചിതറി. സ്വാഭാവികമായും പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. RSSന്റെ ആജ്ഞ വന്നു, ഇപ്പൊ പിൻവലിക്കണം. ഈ മണിക്കൂറിൽ
മുട്ടുപറച്ച് മൂത്രമൊഴിച്ച് RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ കേസ് പിൻവലിച്ച് ഉത്തരവിട്ടു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് RSSന്റെ ഭീഷണിയുടെ മുന്നിൽ പിൻവലിച്ചു. മലപ്പുറത്തും കോഴിക്കോട്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരവധി പ്രധാനികൾ പ്രതികളായ കേസുകൾ എല്ലാം പിൻവലിക്കാൻ അവരുടെ സമ്മർദ്ദം വന്നു. അതും പിൻവലിച്ചു കൊടുത്തു. വർഗീയവാദികളുടെ ആജ്ഞയ്ക്ക് മുൻപിൽ വിധേയരായി മാറിയ ഒരു ഗവൺമെന്റ്. എന്താ കാരണം? അവരുടെ പിന്തുണയോടുകൂടിയാണ് അധികാരത്തിൽ വന്നത്. അവരുടെ വോട്ട് വാങ്ങിയാണ് അധികാരത്തിൽ വന്നത്. അവർ നയിച്ചു ഗവൺമെന്റിനെ. ഒരു വർഗീയവാദിക്കുമെതിരെ നടപടിയെടുക്കാൻ കഴിയാതെ വർഗീയ അസ്വാസ്ഥ്യങ്ങൾക്ക് മുൻപിൽ നിസ്സഹായതയോടെ മൂകസാക്ഷികളായി നിൽക്കേണ്ടി വന്നു. LDF വന്നപ്പോഴോ അനങ്ങാൻ എന്താ കാരണം? ഇവന്റെ ഒന്നും ചീട്ട് വാങ്ങിയിട്ടല്ല LDF കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ഈ നാടിന്റെ സമാധാനം തകർക്കാൻ ആര് ശ്രമിച്ചാലും, ഏത് വർഗീയവാദി ശ്രമിച്ചാലും മുഖം നോക്കാതെ നിറം നോക്കാതെ തൂക്കിയെടുത്ത് അകത്തിടും എന്ന് വന്നപ്പോ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോഴോ ഈ തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ, കേരളത്തിന്റെ മുന്നിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ്? ഏത് വിധേനയും അധികാരം പിടിക്കാൻ ഏറ്റവും ഹീനമായ മാർഗങ്ങളാണ് കോൺഗ്രസ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. RSSുമായുള്ള നീക്കുപോക്ക്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. ആദ്യമേ ഒരു വെടി പൊട്ടിച്ചു നോക്കുകയാണ്. 960 മുതലുള്ളതാണ് കേരളത്തിൽ RSSും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം. രഹസ്യമായിട്ടും പരസ്യമായിട്ടും 60 എന്ന് പറഞ്ഞാൽ 2ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ്, 57-ലാണ് 1ാം നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആദ്യത്തെ ഗവൺമെന്റ് വിമോചന സമരം, അതിനുശേഷം ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് 60-ൽ. 2ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMSനെ പരാജയപ്പെടുത്താൻ പട്ടാമ്പി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ RSSനും കോൺഗ്രസിനും ഒറ്റ സ്ഥാനാർത്ഥി. ആ തെരഞ്ഞെടുപ്പിലാണ് RSSന്റെ തീരുമാനപ്രകാരം ജനസംഘം, അന്ന് BJP ആയിട്ടില്ല, ജനസംഘം ആദ്യമായി കേരളത്തിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതാണ്. എല്ലാ സീറ്റിലും മത്സരിച്ചില്ല, 4 സീറ്റ് തെരഞ്ഞെടുത്തു മത്സരിക്കാൻ. അതിലൊന്ന് പട്ടാമ്പിയായിരുന്നു. RSSന്റെ നേതാവ് ദീൻദയാൽ ഉപാധ്യായയാണ് നേരിട്ട് കേരളത്തിൽ വന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വലിയ പ്രചാരവേല ആരംഭിച്ചു. അപ്പോ കോൺഗ്രസിന്റെ അന്നത്തെ സമുന്നതരായ നേതാക്കന്മാർ ദീനദയാൽ ഉപാധ്യായെ നേരിട്ട് പോയി കണ്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെയും നിങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ്, കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കണം, EMSനെ തോൽപ്പിക്കണം. അതിന് നമ്മളിങ്ങനെ വേറിട്ട് മത്സരിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഒരുമിച്ച് മത്സരിച്ചുകൂടെ എന്നാണ്. ആ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് ദീനദയാൽ ഉപാധ്യായ ഏതായാലും 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ, പട്ടാമ്പിയിലെ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥി P. മാധവൻ നായരെ പിൻവലിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി A. രാഘവൻ നായർക്ക് പിന്തുണ. കോൺഗ്രസിനും കൂടി ഒറ്റ സ്ഥാനാർത്ഥി. 960 പട്ടാമ്പി. അവിടുത്തെ പേര് EMS നമ്പൂതിരിപ്പാട് എന്നായിരുന്നു. ആ EMSനെ തോൽപ്പിക്കാൻ RSSും കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച 960-ൽ നിന്ന് ആരംഭിക്കുന്നു കേരളത്തിലെ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട്, പരസ്യ കൂട്ടുകെട്ട്. പല തെരഞ്ഞെടുപ്പുകളിലും രഹസ്യമായി, ചിലപ്പോൾ പരസ്യമായി. 971-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിച്ച AKGയെ, ഇന്നലെ AKG ദിനമായിരുന്നു, AKGയെ തോൽപ്പിക്കാനും RSSും കോൺഗ്രസും തമ്മിൽ പരസ്യധാരണയുണ്ടാക്കി സംയുക്ത സ്ഥാനാർത്ഥി. RSSന്റെ നേതാവായിരുന്നു അന്ന് സംയുക്ത സ്ഥാനാർത്ഥിയായി വന്നത്. 91-ൽ വടകരയും ബേപ്പൂരും കോൺഗ്രസും ലീഗും RSSും ഒരുമിച്ച് സംയുക്ത സ്ഥാനാർത്ഥി TK ഹംസയ്ക്കും KP ഉണ്ണികൃഷ്ണനുമെതിരെ മത്സരിച്ചു. ഇങ്ങനെ എത്ര അനുഭവം. രഹസ്യമായ ധാരണകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അതൊടുവിൽ ഒരു കുറ്റസമ്മതം പോലെ KG മാരാരുടെ ആത്മകഥയിൽ വിശദീകരിക്കുന്നുണ്ട്. പരസ്യമായി ഞാൻ ഈ പറഞ്ഞ സഖ്യങ്ങൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഇപ്പോഴോ RSSന്റെ 2ാമത്തെ ആചാര്യനായ ഗോൾവൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ RSS ആലോചിച്ച് ക്ഷണിച്ചത് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെയാണ്. ഒരു മടിയും കൂടാതെ ആ ക്ഷണം സ്വീകരിച്ച് ചെന്ന് ഇന്ത്യ കണ്ട
എക്കാലത്തെയും വലിയ വർഗീയവാദിയായ ഗോൾവാൾക്കറിന്റെ ചില്ലിട്ട ചിത്രത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് തലകുരിച്ച് നിന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ആ വർഗീയവാദിയെ പുകഴ്ത്തി പ്രസംഗിച്ച ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. RSS കോൺഗ്രസ് ഡീലുണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യനായ ആൾ, ആ ആളുടെ നേതൃത്വത്തിലാണ് ഒരു ഭാഗത്ത് RSSുമായി ധാരണ. ഇപ്പോ BJPയുടെ പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റ്, പണം കൊടുത്തെല്ലാം വിലയ്ക്ക് വാങ്ങാമെന്ന് ധരിക്കുന്നയാൾ സ്ഥാനമേറ്റെടുത്തപ്പോ അയാൾ വർഗീയവാദിയല്ല എന്ന് നല്ല സർട്ടിഫിക്കറ്റ് ആദ്യം എഴുതി കൊടുത്തത് ഈ പ്രതിപക്ഷ. ഒരു ഭാഗത്ത് RSS, മറുഭാഗത്തോ ജമാഅത്തെ ഇസ്ലാമി. കോൺഗ്രസിന്റെ ഒരു കൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലും ഒരു കൈ RSSന്റെ തോളിലുമാണ്. ഈ രണ്ട് വർഗീയവാദികളെയും ഒരുമിച്ച് കൂട്ടി കേരളം പിടിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ ഒരു കേരളം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? നേരത്തെ പറഞ്ഞ പെൻഷൻ പോയാൽ പോട്ടെന്ന് നോക്കാം, സഹിക്കാം, പട്ടിണി കിടക്കാം, സ്കൂള് പൂട്ടും, റോഡുകളുടെ സ്ഥിതി പറയണ്ട, ഒരാൾക്കും ഇനി വീട് കിട്ടാൻ പോകുന്നില്ല, പവർ കട്ട് തിരിച്ചു വരും, എല്ലാം സഹിക്കാം. ജീവൻ പോയാലോ? പഴയ മാറാട് ആവർത്തിച്ചാലോ? കേരളത്തിൽ എത്ര വർഗീയ കലാപങ്ങൾ, എത്ര പോലീസ് വെടിവെപ്പുകൾ, സമാധാനമായി ഒരു രാത്രി ഉറങ്ങാൻ കഴിയാത്ത വിധം കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നു പോയാലോ? വർഗീയവാദികൾ നിക്ഷിപ്ത താല്പര്യങ്ങളെ മുൻനിർത്തി സംഘടിപ്പിച്ച് പാവപ്പെട്ട എങ്ങനെയാണ് കേരളം അതിനെ നേരിടുക? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഈ നാടിന്റെ സമാധാനം നിലനിൽക്കണം. വർഗീയവാദികൾ അഴിഞ്ഞാടാത്ത, വർഗീയ കലാപങ്ങളില്ലാത്ത, എല്ലാ മനുഷ്യരും പാരസ്പര്യത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഈ നില തുടരണം എന്നതാണ്. അതിന് UDF തോറ്റേ മതിയാവൂ. UDFന്റെ പരാജയമാണ് കേരളത്തിന്റെ സമാധാനത്തിന്റെ ഗ്യാരണ്ടി. ഞാനതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. LDFന്റെ തുടർ ഭരണം അഥവാ കേരളത്തിന്റെ പുരോഗതിയിലേക്കുള്ള യാത്രയുടെ തുടർച്ച ഉറപ്പുവരുത്താൻ നാം ചെയ്യേണ്ടത് മുൻ തിരഞ്ഞെടുപ്പുകളെ പോലെ കോതമംഗലത്തിന്റെ പ്രതിനിധിയായി നിങ്ങളുടെ എല്ലാം കുടുംബാംഗം എന്ന നിലയിൽ പരിഗണിക്കാവുന്ന പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ആന്റണി ജോണിനെ ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നതാണ്. അപ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ എന്നോട് പറഞ്ഞു കോതമംഗലത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോ സൂക്ഷിക്കാൻ പറയണം, കാശ് കൊടുത്ത് വാങ്ങാനാണ് പരിപാടി എന്ന് പറഞ്ഞു. പണം കൊണ്ടെല്ലാം വിലയ്ക്ക് വാങ്ങാമെന്ന് ധരിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചൊല്ലുണ്ട്, പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറയും. പണത്തിന് മീതെ പരുന്ത് പറക്കുമോ പറക്കില്ല എന്നൊന്നും എനിക്കിപ്പോ അറിയില്ല, പഴയ ആളുകൾ പറയുന്ന കാര്യമാണ്. പണത്തിന് മീതെ ഒരു പരുന്തും പറക്കില്ലെങ്കിലും ആത്മാവിന്റെ മുകളിൽ ഒരു പണത്തിനും പറക്കാൻ ഞങ്ങൾ അവസരം കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്നതായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. ഈ നാടിന്റെ വികസന പാതി വഴിയിൽ വെച്ച് ഈ വികസന പ്രവർത്തനങ്ങൾ നിലച്ചു പോകാതിരിക്കാൻ ഏത് തെരഞ്ഞെടുപ്പിലും നമുക്ക് മത്സരിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിന് ധൈര്യസമേതം ഉത്തരം പറയാൻ കഴിയുന്ന കേരള ഏറ്റവും മികച്ച ഭൂരിപക്ഷമായിരിക്കണം. ആ ചരിത്ര ഭൂരിപക്ഷം നേടിയെടുക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമം. ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, 9-ാം തീയതി തെരഞ്ഞെടുപ്പാണ് അല്ലെ, 10-17 ദിവസമാണ് ഇനിയുള്ളത്. ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നവർ ആന്റണി ജോണിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. അപ്പോ ആ പരിശ്രമം ധീരമായി മുൻപോട്ട് പോവുക, കക്ഷി രാഷ്ട്രീയത്തിന് തന്നെ അതീതമായി. അതിൽ രാഷ്ട്രീയമൊക്കെ എന്തുമായിക്കോട്ടെ, രാഷ്ട്രീയം നാളെ തന്നെ മാറിയൊന്നും വേണ്ട എന്ന ആളുകളോട് പറയണം. രാഷ്ട്രീയമൊക്കെ അങ്ങനെ നിൽക്കട്ടെ, പക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ നാടിന്, കോതമംഗലത്തിനു നല്ലത് ആന്റണി ജോൺ ജയിച്ചു വരുന്നതാണ് എന്നതാണ് കഴിഞ്ഞ കാലത്തെ അനുഭവം. അതുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി തന്നെ ഇത്തവണ വോട്ട് കോതമംഗലത്തിന് അഥവാ ആന്റണി ജോണിന് എന്നുറപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും വർദ്ധിത വീര്യത്തോടെ രംഗത്തിറങ്ങണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു.